ഇന്ന് നമ്മൾ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. റെഡ് അല്ല കേട്ടോ, ഓറഞ്ച് അലേർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇന്ന് നമ്മൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും യെല്ലോ അലേർട്ട് ആയിരുന്നു ഉച്ചയ്ക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തിരുന്നത്. പക്ഷെ വൈകുന്നേരത്തെ ഒരു സാഹചര്യം വിലയിരുത്തി ആണ് ഇപ്പോൾ അത് ഓറഞ്ചിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ചില ഈ മേഘങ്ങളുടെ സഞ്ചാരം എന്ന് പറയുന്നത് ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ മുകളിലെത്തിയപ്പോൾ അത് ഏകദേശം അത് എന്താ പറയുക വളരെ പതുക്കെ മൂവ് ചെയ്യുന്നതുകൊണ്ട് അവിടെ മഴ കൂടുതൽ രാത്രി പെയ്യാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഓറഞ്ച് അലേർട്ടായിട്ട് അത് മാറ്റി കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപകമായി മഴ പെയ്യും. ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ് കൂടുതൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത. കനത്ത മഴ എന്ന് പറയുമ്പോൾ 12 സെന്റിമീറ്റർ വരെയുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത്. നാളെയും ഏകദേശം ഇതേ സ്ഥിതി തന്നെയായിരിക്കും. പാലക്കാട് വരെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മറ്റന്നാളാവുമ്പോൾ വടക്കൻ കേരളത്തിലായിരിക്കും മഴ കൂടുതൽ വരാനുള്ള ഒരു സാഹചര്യം. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് വടക്കൻ കേരളത്തിൽ യെല്ലോ അലേർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം സാഹചര്യം വിലയിരുത്തി നമ്മൾ പൊതുവെയുള്ള ഒരു അവസ്ഥ നോക്കുമ്പോൾ യെല്ലോ അലേർട്ടിനുള്ളൊരു സാഹചര്യമേ കാണുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം കണ്ടതുപോലെ ചിലപ്പോൾ ഈ മേഘത്തിന്റെ സഞ്ചാരമൊക്കെ പതുക്കെയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഭാഗത്ത് മാത്രമല്ല ഒരു പ്രദേശത്ത് മാത്രമായിട്ട് മഴ കൂടുതൽ അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യം വരും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ അത് പിന്നെ നമുക്ക് ഓറഞ്ച് അലേർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ മാറ്റേണ്ട അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ ഇതുവരെയും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ന്യൂനമർദ്ദം രൂപപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് ശേഷം അതിന്റെ ശക്തി അനുസരിച്ച് പക്ഷെ നാളെ മാറ്റി അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതേ സ്ഥിതിയിലുള്ള മഴ തുടരും 2-3 ദിവസത്തേക്ക്. മേഡം, നിലവിലൊരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കാറ്റിന്റെ ഒരു സ്ഥിതിയൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ രാത്രി കാലങ്ങളിൽ നമുക്കറിയാം മഴ ശക്തമാകുന്ന ഒരു സമയമാണ് രാത്രി കാലങ്ങളിൽ. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ രാത്രി കാലത്ത് ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയല്ലേ? അതെ, നമ്മളുടെ സ്ഥിരമായി നമ്മളിപ്പോഴും പറയാറുള്ളത് പോലെ ഈ മൺസൂൺ കാലത്തെ മഴ പ്രത്യേകിച്ചും ശക്തി പ്രാപിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. പിന്നെ ഓറഞ്ച് അലേർട്ട് ആണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഓറഞ്ച് അലേർട്ട് ഒക്കെ ഉണ്ടെങ്കിലാണ് ഔദ്യോഗികമായിട്ട് ജില്ല മുഴുവനും ഒക്കെ ആയിട്ട് ബ്ലോക്ക് ഏർപ്പെടുത്തുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെ ആ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിർത്തി എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രാദേശിക ഭരണകൂടം അങ്ങനെയുള്ള വിലക്കുകൾ രാത്രി കാലങ്ങളിൽ യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാത്രിയിലെ മഴ കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് കൊണ്ടാണ് എപ്പോഴും രാത്രി യാത്ര ഒഴിവാക്കണമെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സഹായം കിട്ടാനും ഒക്കെ ആയിട്ടും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മഴ തുടർച്ചയായി പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് തന്നെ മനസ്സിലാകും സാഹചര്യം അത്ര അനുകൂലമല്ല ഒരു യാത്രയ്ക്ക് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും അല്ലെങ്കിൽ കൂടി നമ്മൾ സ്വയരക്ഷയ്ക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മളൊന്ന് ഒരു ജാഗരൂകരായിരിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.